ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിംസ്റ്റോക്ക് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് തായ്ലൻഡിലേക്ക് പോയി. അവിടെ ബാങ്കോക്കിലെ അവിടെ ചെന്നപ്പോൾ മുഹമ്മദ് യൂനുസ് ചില ആവശ്യങ്ങൾ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മീറ്റ് ചെയ്തു, ആവശ്യങ്ങൾ ഉന്നയിച്ചു. അതിൽ 40 മിനിറ്റാണ് മീറ്റിംഗ് അല്ലേ? അതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഇനി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ ഇരുന്ന് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഇടപെടരുത്. ഷെയ്ഖ് ഹസീന ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം ഓഡിയോ സന്ദേശവും ഫേസ്ബുക്ക് ലൈവും ഒക്കെ ഇട്ടിരുന്നു. അതേ തുടർന്നായിരുന്നു ആവശ്യം. എന്നിട്ട് നടന്നോ? ഇനി നടക്കുമോ? നടന്നോ എന്ന് ചോദിച്ചാൽ ഷെയ്ഖ് ഹസീന വീണ്ടും ഒരു അവാമി ലീഗിൻ്റെ പ്രവർത്തകരോട് ഒരു ലൈവുമായി വന്നിട്ടുണ്ട്. ലൈവിൽ പറയുന്നത് വളരെ കൃത്യമായി മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മോദിയോട് യൂനുസ് ആവശ്യപ്പെട്ടിട്ട് എന്തായി എന്നതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ മോദി കേട്ടു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഹസീനയോട് പറഞ്ഞു, ഹസീനയ്ക്ക് പറയാനുള്ള ഹസീന പറഞ്ഞോ, ഓൻ അങ്ങനെയൊക്കെ പറയും എന്നായിരിക്കാം പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു രാജ്യത്തലവനാണോ എന്ന് അറിയത്തില്ല, പുള്ളി അഡ്വൈസറാണല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ട് ഒപ്പം അടുത്തിരുന്ന് സംസാരിച്ചിട്ട് ഇങ്ങനൊരു ആവശ്യം. അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളല്ല, അവിടുത്തെ ഭക്ഷ്യധാന്യ പ്രശ്നമല്ല, ക്ഷാമത്തെക്കുറിച്ചല്ല, സാമ്പത്തിക പ്രതിസന്ധി സഹായിക്കണമെന്നല്ല. ഹസീന എന്ന് പറഞ്ഞ ആ പഴയ ഞങ്ങളുടെ പ്രധാനമന്ത്രി അവിടെ ഇരുന്നു വല്ലതൊക്കെ പറഞ്ഞാൽ എൻ്റെ മോദി എണ്ണ എനിക്കിവിടെ ജീവിച്ചു മുറുക്കാൻ വയ്യ, അതുകൊണ്ട് അവരോട് മിണ്ടല്ലേ എന്ന് പറയണം എന്നാണ് ആവശ്യപ്പെട്ടത്. മോദി കേട്ടു. തിരിച്ചു വന്നിട്ട് യൂനുസ് പറഞ്ഞ ഒരു കാര്യവും അനുസരിച്ചില്ല. അല്ല, ഹസീനയോട് പറഞ്ഞില്ല. ഒന്നും മിണ്ടിയില്ല. അയാൾ പറഞ്ഞു കേട്ടി, ഇയാൾ അങ്ങനെ പലതും പറയും, അത് അയാളുടെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് വെച്ച് കാണും. അതുകൊണ്ടാണ് ഹസീന വീണ്ടും വന്ന് അവാമി ലീഗിൻ്റെ ബംഗ്ലാദേശിലെ പ്രവർത്തകരോട് പറയുകയാണ്, ഞാൻ തിരിച്ചു വരും, യൂനുസിനെ ജയിലിലടയ്ക്കും. അപ്പോൾ വളരെ സങ്കീർണമായ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു കാരണം അവിടുത്തെ അവാമി ലീഗിൻ്റെ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം കൊടുക്കുക. അവരെ ഭയങ്കരമായിട്ടൊരു വിച്ച് ഹണ്ട് പോലെ നടത്തിയിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് യൂനുസിൻ്റെ സർക്കാരും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നിട്ട്. എന്നിട്ട് അവരെ വേട്ടയാടുക, കൊല്ലുക. ചില നേതാക്കന്മാരുടെയൊക്കെ ശവശരീരങ്ങൾ റെയിൽവേ ട്രാക്കിൽ കാണുന്നു. അവാമി ലീഗിൻ്റെ വനിതാ പ്രവർത്തകയെ ഇരുമ്പ് ദണ്ടുകൊണ്ട് റോഡിലിട്ട് തലതല്ലി പൊളിക്കുന്ന വീഡിയോ വന്നിരുന്നു. അങ്ങനെ വല്ലാത്ത പീഡനം ഈ ജമാഅത്തെ ഇസ്ലാമിയും യൂനുസിൻ്റെ സർക്കാരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഷെയ്ഖ് ഹസീന വീണ്ടും വന്നിട്ട് ധൈര്യമായിരിക്കൂ, ഞാൻ തിരിച്ചു വരുമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 2 മാനങ്ങളുണ്ട്. ഒന്ന്, ബംഗ്ലാദേശിലെ അവാമി ലീഗിൻ്റെ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം കൊടുക്കൽ. അതോടൊപ്പം യൂനുസ് പറയുന്നതൊന്നും കേൾക്കാനല്ല ഞാനിരിക്കുന്നത്, ഹസീനയോടാണ് എൻ്റെ താല്പര്യമെന്നുള്ള മോദിയുടെ പ്രഖ്യാപനം കൂടിയാണ്. അല്ലേ? ഇന്ത്യയുടെ അഭയാർത്ഥിയായിട്ട് ഇന്ത്യ അഭയം കൊടുത്ത് രഹസ്യമായി സുരക്ഷിതയായി താമസിപ്പിച്ചിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയെ. ഷെയ്ഖ് ഹസീനയോട് മോദി പറയുകയാണ്, ഇന്ത്യ ഗവൺമെൻറ് പറയാൻ നിങ്ങൾ ഇനി മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ മിണ്ടൂല. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. ബംഗ്ലാദേശിലെ സ്ഥിതി അതിലൂടെ ഒന്ന് സംഘർഷഭരിതമാവുന്നുണ്ടെങ്കിൽ യു ഡു ഇറ്റ് എന്ന് ഇന്ത്യ ഗവൺമെൻറ് ഹസീനയ്ക്ക് പച്ചക്കൊടി കൊടുത്തിരിക്കുന്നു. യൂനുസ് പറയുന്നത് മുഖവിലക്കെടുക്കില്ല. ബംഗ്ലാദേശിലെ ഒരു പൊളിറ്റിക്കൽ അൺറസ്റ്റ് ഉണ്ടാവുന്നതിനാണ് ഇന്ത്യ വെൽക്കം ചെയ്യുന്നു. അവാമി ലീഗ് വീണ്ടും ശക്തമായി അവിടെ നിൽക്കണം, അവരുടെ ആത്മവിശ്വാസം തിരിച്ചു കിട്ടണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്നുള്ള കുറേ സന്ദേശങ്ങളുണ്ട്. അപ്പോൾ ഷെയ്ഖ് ഹസീന പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്നു, ശാന്തമായ ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ്, ആ രാജ്യത്തെ അക്രമത്തിൻ്റെയും ഭീകരരുടെയും രാജ്യമാക്കി മുഹമ്മദ് യൂനുസ് മാറ്റിയിരിക്കുന്നു. ഞാൻ തിരിച്ചു വന്ന് നീതി നടപ്പാക്കും. എന്നിട്ട് അവാമി ലീഗിൻ്റെ പ്രവർത്തകരോട് പറയുകയാണ്, അവിടെ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർത്തു, ഒരുപാട് ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തു, നിങ്ങളൊരു ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കണം. എത്ര അമ്പലങ്ങൾ കത്തിച്ചു, എത്ര ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തു, അതിൻ്റെ ഡാറ്റ വേണം. നമ്മുടെ എത്ര പ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, നമ്മുടെ എത്ര പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റു, നമ്മുടെ എത്ര പ്രവർത്തകരെ ജയിലിലടച്ചു, ഇത്രയും കണക്കുകൾ നിങ്ങൾ ഉടൻ ഡാറ്റ ഉണ്ടാക്കി അത് ഡാറ്റ നിങ്ങൾ ശേഖരിച്ച് ഒരു കൃത്യമായ പട്ടിക ഉണ്ടാക്കണമെന്ന് ഹസീന പറയും. അതോടൊപ്പം തന്നെ അവർ പറയുന്നു, നമ്മളെക്കൊണ്ട് വാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത അത്ര വലിയ ക്രൂരമായ നടപടിയാണ് ഭീകരന്മാരും ഭരണകൂടവും യൂനുസിൻ്റെ സർക്കാരും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ മാത്രമല്ല അവാമി ലീഗിൻ്റെ പ്രവർത്തകർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനിരയാവുന്ന ആരൊക്കെയാണെന്നറിയോ? പോലീസുകാരുണ്ട്. നമ്മുടെ സർക്കാരിനൊപ്പം നിന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കുന്നു, അഭിഭാഷകരെ ഉപദ്രവിക്കുന്നു, മാധ്യമപ്രവർത്തകരെ ഉപയോഗിക്കുന്നു, കലാകാരന്മാരെ ഉപദ്രവിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും മിലിറ്ററിയിലുള്ള സൈന്യത്തിലുള്ള നമ്മുടെ സർക്കാരിൻ്റെ ഉത്തരവുകൾ നടപ്പാക്കിയിരുന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരെ ആക്ഷേപിക്കുന്നു എന്നൊക്കെ പേരെടുത്ത് ഏതെല്ലാം തരത്തിലുള്ള ആളുകളെ ഉപദ്രവിക്കുന്നു പറഞ്ഞിരിക്കുക. അതായത് ഹസീനയോട് അനുഭാവമുള്ള സൈനികർക്ക് ആത്മവിശ്വാസം കൊടുക്കുക, പോലീസുകാർക്ക് ആത്മവിശ്വാസം കൊടുക്കുക, മാധ്യമ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം കൊടുക്കുക, ഇതൊക്കെ ഈ പ്രസംഗത്തിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്.
ഹസീനയെ സപ്പോർട്ട് ചെയ്തിരുന്ന, ഹസീന പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ സൈന്യത്തിലും സേനയിലും അഭിഭാഷകരിലും മാധ്യമ പ്രവർത്തകരിലും സർക്കാരിനോട് അനുഭാവം ഉണ്ടായിരുന്നവരിപ്പോൾ വേട്ടയാടുക. ഇപ്പോൾ ഞങ്ങൾക്ക് ആരുമില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അത് മാറ്റിയിട്ട് അങ്ങനെയല്ല, നിങ്ങൾക്ക് ഞാനിപ്പോഴും ഉണ്ട്, ഞാൻ പ്രവാസത്തിലാണെങ്കിലും ഞാൻ ഒരു നാൾ ഞാൻ തിരിച്ചു വരും, നിങ്ങൾക്ക് ഞാനുണ്ട്, നിങ്ങളെ വിടില്ല. എന്നിട്ട് മുമ്പൊരിക്കൽ ഇതുപോലെ നടത്തിയ പ്രസംഗത്തിലെ ആ വാദമില്ലേ, അള്ളാ എന്നെ ഇപ്പോഴും ജീവനോടെ വെച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, ഞാൻ തിരിച്ചു വരും, നീതി നടപ്പാക്കും എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇയാള് ഈ യൂനിസ് എന്ന് പറഞ്ഞ പടുവൃദ്ധന് മനുഷ്യസ്നേഹമല്ല ഉള്ളത്. അയാൾ ചെറിയ തുകകൾ ആളുകൾക്ക് വലിയ പലിശയ്ക്ക് കൊടുത്ത് പാവപ്പെട്ട ജനങ്ങളുടെയും സ്ത്രീകളുടെയും രക്തം കുടിച്ച് സുഖലോലുപതയിൽ കഴിഞ്ഞ ഒരു രാക്ഷസനാണ് അയാളിൽ നിന്ന് നീതി കിട്ടില്ല, അയാളിൽ നിന്ന് സാധാരണ ജനങ്ങൾക്ക് ഒരു നന്മയും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുകൂടി പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം ബംഗ്ലാദേശിൽ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ നടക്കുന്ന അക്രമങ്ങളെ സംബന്ധിച്ച് ആദ്യ ദിവസങ്ങളിലൊക്കെ, ഈ ഓഗസ്റ്റിലാണല്ലോ യൂനിസിൻ്റെ സർക്കാർ വരുന്നത്, ഹസീന വീഴുന്നത്, ആ സമയത്ത് അവിടെ നടക്കുന്ന കലാപങ്ങൾ, കൊള്ള, ഹിന്ദു വേട്ട, ക്രൈസ്തവ വേട്ട, പള്ളി കത്തിക്കൽ, അമ്പലം കത്തിക്കലൊക്കെ കുറച്ചെങ്കിലും ബംഗ്ലാദേശി മാധ്യമങ്ങളിൽ വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അതൊന്നും മാധ്യമങ്ങളിൽ വരുന്നില്ല. കാരണം അവിടുത്തെ തീവ്രവാദികളും ഈ പറഞ്ഞ പോലീസും പട്ടാളവും എല്ലാം കൂടെ ചേർന്നിട്ട് അവരെ ഭരണകൂടം ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ സത്യം പറയാത്തത്. അപ്പോൾ നിങ്ങൾ ഈ ഡാറ്റാബേസ് ഉണ്ടാക്കിയിട്ട് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ, ഒരു വർഷമാകാൻ പോകുന്നു അല്ലേ, അടുത്ത ഓഗസ്റ്റ് ആകുമ്പോൾ ഒരു വർഷത്തിനിടെ ആകുന്നു, അതിനിടയ്ക്ക് കൊല്ലപ്പെട്ടവരുടെ പട്ടിക ഉണ്ടാക്കണം. നമ്മുടെ സർക്കാർ വരുമ്പോൾ അവർക്ക് ഉചിതമായ നഷ്ടപരിഹാരം കൊടുക്കണം, അവരുടെ ജീവിതമാർഗം ഉറപ്പാക്കണം എന്നൊക്കെ ഹസീന മോദിയോട് മുഹമ്മദ് യൂനസ് ഈ ആവശ്യം ഉന്നയിച്ചതിന് ശേഷം മുഹമ്മദ് യൂനസിനെ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ടാണ് പുതിയ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് യൂനസ് മോദിയോട് പറഞ്ഞിട്ട് വല്ല ഫലം ഉണ്ടായോ? ഇത് മാത്രമല്ല, ഇയാൾ പോയിട്ട് ചൈനയിൽ പോയിട്ട്, ചൈന ചിലപ്പോൾ നമ്മുടെ സിലിഗുരി ഇടനാഴി, നമ്മൾ ഇന്നലെ ഒരു ടോക്കിൽ തെറ്റി ചിറ്റഗോങ് എന്ന് മാറിപ്പോയത്, സിലിഗുരി ഇടനാഴി, ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞത് സിലിഗുരിയാണ്. സിലിഗുരി ഇടനാഴി ചൈന വേണമെങ്കിൽ പിടിച്ചുകൊണ്ട് പോയാൽ നമ്മുടെ 7 സംസ്ഥാനങ്ങൾ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഇന്ത്യയായിട്ടുള്ള ബന്ധം വിട്ടുപോകുന്നുള്ള അപകടകരമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അങ്ങനെ വേറൊരു രാജ്യത്തലവൻ വിദേശ രാജ്യത്ത് ചെന്നിട്ട് മൂന്നാമതൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ പാടില്ല. ഇന്ത്യൻ സമുദ്രത്തിലേക്കുള്ള ഏക വഴി ഞങ്ങളാണ്, ഞങ്ങളില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല എന്ന് പറയും. അപ്പോൾ വേറെ കാര്യമുണ്ട്, മുഹമ്മദ് യൂനസ് ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇന്നലെ പറഞ്ഞ ചിറ്റഗോങ്ങിലുണ്ടൊരു തുറമുഖം. ചിറ്റഗോങ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലമാണ്. ചിറ്റഗോങ് ഇന്ത്യ എങ്ങോട്ട് പിടിച്ചാൽ ഇന്ത്യക്ക് അവിടെ തുറമുഖം ഉണ്ടാവും. ഇത് മുഹമ്മദ് യൂനസിന് അറിയില്ല. ഏതായാലും ഇങ്ങനെ ഇന്ത്യയെ വെട്ടിമുറിക്കും വേണ്ടി വന്നാൽ എന്ന ഭീഷണി പരോക്ഷമായി ഉന്നയിച്ച മുഹമ്മദ് യൂനസിന് നമ്മൾ ഇന്നലെ പണി കൊടുത്തു. മുഹമ്മദ് യൂനസിന്റെ കയറ്റുമതി പാടെ പൊളിഞ്ഞു. ഇന്ത്യൻ തുറമുഖങ്ങളും ഇന്ത്യൻ എയർപോർട്ട്സും വഴിയാണ് അവിടുത്തെ ഏറ്റവും വലിയ വ്യവസായം, ഗാർമെന്റ് ഇൻഡസ്ട്രി. അത് കയറ്റി അയക്കാൻ ഇന്ത്യൻ തുറമുഖങ്ങളെയും ഇന്ത്യൻ എയർപോർട്ട്സിനെയും ഉപയോഗിച്ചിരുന്നത് മ്യാൻമറിലേക്കും നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും ഒക്കെ അയക്കുന്നു. അതുകൂടാതെ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ഉണ്ട്, അഡിഡാസ്, സാറ തുടങ്ങിയവരൊക്കെ അവിടെ ഫാക്ടറി ഇട്ടിട്ടുണ്ട്. സാറാസിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, പാലം വിമാനത്താവളത്തിൽ നോക്കിയാണ് പോകുന്നത്. ഇതെല്ലാം ബ്ലോക്ക് ആവുകയാണ്. ഇനി അവർക്ക് ഏറ്റവും എളുപ്പമാർഗത്തിൽ നമുക്കൊരു ഗുണമില്ല, അവർക്ക് മാത്രം ഗുണമുണ്ടാകുന്ന ഒരു സൗജന്യം നമ്മൾ ചെയ്തു കൊടുത്താണ്. ഇങ്ങനെ കൊണ്ടുവന്ന് അവർക്ക് കഞ്ഞി കുടിച്ചോട്ടെ എന്ന് വെച്ച് നമ്മൾ സംഭവിച്ചതാണ്. പക്ഷേ ഇന്ത്യയിലെ ഗാർമെൻറ്റ് മാനുഫാക്ചേഴ്സിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യൻ സാധനങ്ങൾക്ക് വെല്ലുവിളിയാണ് ബംഗ്ലാദേശി സാധനം. കാരണം കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നു. ഇന്ത്യ വഴി കയറി അയക്കുമ്പോഴത്തേക്ക് അവർക്ക് കയറ്റുമതിക്കും വളരെ എളുപ്പമാണ്. അല്ലാതെ നേരിട്ട് അവർ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ ചിലവ് കൂടും. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയിലെ ഒരു ബ്രാൻഡാണെങ്കിൽ ഡാക്കയിൽ നിന്ന് നേരിട്ട് 2 ഇന്റർനാഷണൽ വിമാനത്താവളം മറ്റോ ഉള്ളൂ പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ. അവിടെ നിന്ന് നേരിട്ട് US-ലേക്കൊക്കെ അയക്കുന്നത് ഭയങ്കര ചിലവാണ്. അതിനു പകരം ഇന്ത്യയിൽ എത്തിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് കാർഗോയിൽ കയറ്റി വിട്ടാൽ ലാഭമാണ്. നമുക്കൊരു പ്രയോജനമില്ല. അപ്പം നമ്മുടെ ലോക മാർക്കറ്റിൽ അവൻ്റെ സാധനം അവർക്ക് ഇന്ത്യക്ക് ഒരിക്കലും ബംഗ്ലാദേശിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രത്തെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ പറ്റില്ല. കാരണം ബംഗ്ലാദേശിൽ വളരെ നിസ്സാരമായ കൂലിയുള്ളൂ. അവിടെ പറയുന്നത് വൈകുന്നേരങ്ങളിലും ബംഗ്ലാദേശിലെ ഗാർമെൻറ്റ് കമ്പനികൾ തുറന്നു വിടുന്നത് കണ്ടാൽ നമ്മുടെ നാട്ടിലെ ഒരു 10-25 പൂരം ഒരുമിച്ച് നടക്കുന്നിരിക്കും. അത്രമാത്രം ജനമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കഞ്ഞി കുടിക്കുന്നത് ഈ തയ്യൽ ശാലകളിൽ, തയ്യൽ ഫാക്ടറികളിൽ, ഗാർമെൻറ്റ് മേക്കിംഗ് ഫാക്ടറികളിലാണ് ജോലി എടുക്കുന്നത്. ബംഗ്ലാദേശിലെ ആളുകളുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന ഇത്രയും കൂറ്റൻ ഗാർമെൻറ്റ് കമ്പനികളാണ്. ഈ ഗാർമെൻറ്റ് കമ്പനികളിലൂടെയുള്ള
വരുമാനം ഇപ്പോൾ നിലയ്ക്കാൻ പോകും. കാരണം ഇനിയിപ്പോൾ അവർക്ക് സ്വന്തം നിലയിൽ ഫ്ലൈറ്റ് കയറ്റി വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കേണ്ടി വരും. ചെലവ് കൂടും. അപ്പം ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന ബംഗ്ലാദേശിൽ തൊഴിലില്ലായ്മ രൂക്ഷമാകാൻ പോകുന്നു. ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകാനുള്ള സാഹചര്യം കൂടി ഹസീനയുടെ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യ ഗവൺമെൻറ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ഏതായാലും മുഹമ്മദ് യൂനസ് രാജ്യം വിടാൻ വേണ്ടി ടിക്കറ്റ് വരെ റെഡിയാക്കി വെച്ചിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബംഗ്ലാദേശിൽ തിരിച്ചു വരും ഞാൻ എന്ന്, തിരിച്ചു വരുമെന്ന് മാത്രമല്ല യൂനസ് എന്നുള്ള ആളുകളുടെ പലിശക്കാരനായി ആളുകളുടെ രക്തം കുടിക്കുന്ന ഈ കൊള്ളപ്പലിശക്കാരൻ്റെ ഭരണം അവസാനിപ്പിച്ച് അയാളെ ജയിലിലിടും എന്ന് ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് ഢാക്കയിൽ മോദിയെ യൂനിസ് കണ്ടതിന് ശേഷം ഹസീന പറയുന്നത് വെറും വാക്കല്ല. ഹസീന പറഞ്ഞു, നമുക്ക് അടുത്ത കാര്യം എന്താണെന്ന് നമുക്ക് ആലോചിക്കാമെന്ന് മോദി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.